ഞാൻ അനു. എൻ്റെ വീട് പാലക്കാടാണ്. എനിക്കിപ്പോൾ 32 വയസ്സുണ്ട്. സ്കൂൾ ടീച്ചറാണ്. സയൻസാണ് പഠിപ്പിക്കുന്നത്. 2 ആൺകുട്ടികളുടെ അമ്മയുമാണ്. മൂത്ത മകന് 8 വയസ്സും ഇളയവന് 6 വയസ്സും. ഇളയ മകന് 6 മാസം പ്രായമുള്ളപ്പോഴാണ് എൻ്റെ ഭർത്താവ് ആക്സിഡൻറ്റിൽ മരിച്ചത്. അതോടുകൂടി എൻ്റെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും അവസാനിച്ചതാണ്. പിന്നെ എനിക്ക് ജോലി ഉണ്ടായിരുന്നത് കൊണ്ടും മക്കളെ നല്ല നിലയിൽ വളർത്തണം എന്നാഗ്രഹമുള്ളത് കൊണ്ടും ജീവിക്കാൻ തീരുമാനിച്ചു. ഭർത്താവിൻ്റെ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും വേറെ വിവാഹത്തിന് ഏറെ നിർബന്ധിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുൻപേ തന്നെ ഞങ്ങൾ പുതിയ വീട് വെച്ച് താമസിച്ചിരുന്നു. ഞാനും മക്കളും തനിച്ചാകും എന്നുള്ളതിനാൽ ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെയാണ് താമസം. കാണാൻ അത്ര സുന്ദരിയല്ലെങ്കിലും ആരും ഒന്നുകൂടി നോക്കുന്ന സൗന്ദര്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് വിധവയും അമ്മയുമായിട്ടും നല്ല കല്യാണാലോചനകൾ വന്നിരുന്നത്. എനിക്ക് എന്തെങ്കിലും വിഷമം തോന്നിയാൽ ഞാൻ മനസ്സ് തുറക്കുന്നത് എൻ്റെ ഫ്രണ്ടും കൂടെ ജോലി ചെയ്യുന്നതുമായ രാജി ടീച്ചറോടായിരുന്നു. രാജി എന്ന പേര് ശരിയായ പേരല്ല, ഞാൻ പേര് മാറ്റിയാണ് ഇവിടെ പറയുന്നത്. രാജിയുടെ ഭർത്താവ് ഗൾഫിൽ എഞ്ചിനീയറാണ്. രാജിയും ഞാനും എന്തെങ്കിലും സംസാരിച്ചാൽ അവസാനം അവൾ നിർത്തുന്നത് എന്തെങ്കിലും കല്യാണക്കാര്യം പറഞ്ഞായിരിക്കും. എനിക്കാണെങ്കിൽ താല്പര്യമില്ലെങ്കിലും അവൾ പറയുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. 2 വർഷം മുന്നേ അവൾ എന്നോട് പകുതി കാര്യമായിട്ടും പകുതി തമാശയായിട്ടും ഒരു കാര്യം ചോദിച്ചു. അവൾ അറിയാത്ത എന്തെങ്കിലും ബന്ധം എനിക്കുണ്ടോ എന്ന്. ഇതുവരെ എനിക്ക് നീ അറിയാത്ത ഒരു ബന്ധവുമില്ല. എന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്കാണെങ്കിൽ മൂപ്പര് ലീവ് കഴിഞ്ഞ് പോയി അടുത്ത ലീവിന് വരുന്നത് വരെ പോലും പിടിച്ചു നിൽക്കാൻ വളരെ കഷ്ടപ്പാടാണ്. അതെന്താ നിനക്ക് മൂപ്പരുടെ ഗ്യാപ്പ് അത്രയ്ക്ക് ഫീൽ ചെയ്യാൻ? അങ്ങേര് വന്നു കഴിഞ്ഞാൽ പോകുന്നവരെ എന്നോട് വല്ലാത്ത സ്നേഹമാണ്. അങ്ങനെ ദിവസവും എന്നെ സ്നേഹിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം അത് ഇല്ലാതാകുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും? എന്നിട്ട് നീ എങ്ങനെയാ പ്രശ്നം പരിഹരിച്ചത്? അതങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ലല്ലോ. പറ, എങ്ങനെ? നിനക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? നീ ആരോടും പറയരുത്, എനിക്കൊരാളുണ്ട്. അവളുടെ ഉത്തരം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞെട്ടൽ മാറാതായപ്പോൾ അവളോട് ചോദിച്ചു, ആരാ നിൻ്റെ ആ കള്ളക്കാമുകൻ? എനിക്കത് അറിയാൻ താല്പര്യവും തോന്നി. നീ ആരോടും പറയില്ല എന്ന് നിൻ്റെ മക്കളെ പിടിച്ച് സത്യം ചെയ്യണം. എന്നാ പറയാം. ഞാൻ ഇതൊന്നും ആരോടും പറയില്ല, നിനക്കെന്നെ വിശ്വസിക്കാം. ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ട്യൂഷൻ സെൻറ്ററിലെ പ്രിൻസിപ്പളാണ്. എല്ലാ ശനിയും ഞായറും രാജി അവളുടെ വീടിനടുത്തുള്ള ട്യൂഷൻ സെൻറ്ററിൽ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ഇത് വേറെ ആർക്കെങ്കിലും അറിയുമോ? നിനക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. നീ ഇത് ആരോടും പറയരുത്. എത്ര കാലമായി തുടങ്ങിയിട്ട്? 6 മാസം. ഒഴിഞ്ഞു മാറാൻ നോക്കിയതാ, പക്ഷേ എപ്പോഴോ മനസ്സ് പിടുത്തം വിട്ടുപോയി. എന്തോ എനിക്ക് അവളെ കുറ്റം പറയാൻ തോന്നിയില്ല. മാത്രമല്ല എനിക്കെന്തോ മനസ്സിൽ എവിടെയോ ഒരു നഷ്ടബോധം തോന്നുകയും ചെയ്തു. അങ്ങനെ ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഞാൻ അവളെ കളിയാക്കിയും അവളുടെ കഥകൾ കേട്ടും കഴിച്ചുകൂട്ടി. സ്കൂളിൽ നിന്നും കുട്ടികളുമായി ടൂർ പോയപ്പോൾ രാജി അതിൽ കൂടിയില്ല. എന്നാൽ അവളുടെ വീട്ടിൽ കുട്ടികളുമായി ടൂർ പോകുന്നു എന്ന് പറഞ്ഞ് പോന്നിട്ട് പ്രിൻസിപ്പൽ സാറിൻ്റെ കൂടെ ഊട്ടിയും കൊടൈക്കനാലിലും ടൂർ പോയി. വീട്ടിൽ നിന്നും ആരെങ്കിലും ചോദിച്ചാൽ അവൾ കൂടെയുണ്ടെന്ന് പറയാൻ ചട്ടവും കിട്ടി. അങ്ങനെ ആ പോക്ക് കണ്ടിട്ട് എനിക്ക് പേടിയായിരുന്നു. എന്നാലും അവൾക്ക് എന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ടൂർ പോയി വന്ന എല്ലാ കഥകളും എനിക്ക് പറഞ്ഞു തന്നു. ആ കഥകൾ കേട്ടിട്ടാണോ എന്നറിയില്ല, എൻ്റെ മനസ്സിൽ നഷ്ടബോധം കൂടിക്കൂടി വന്നു. അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സ്കൂളിൽ പുതിയ മാഷ് വന്നത്. വിനീത്. പറയത്തക്ക ഗ്ലാമറുള്ള ആളല്ല, എന്നാലും മുഖത്തെപ്പോഴും ഒരു നേരിയ പുഞ്ചിരിയുള്ള സാറിനെ കാണാൻ എന്തോ ഒരു ഐശ്വര്യം തോന്നിയിരുന്നു. എനിക്കെന്തോ സാറിനോട് ഒരടുപ്പം തോന്നുകയും ചെയ്തു. അധിക ദിവസവും എനിക്കും സാറിനും അവസാന പീരീഡ് ഫ്രീ ആയിരിക്കും. സ്റ്റാഫ് റൂമിൽ ഞാനും സാറും മാത്രമായിരിക്കുമ്പോഴാണ് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാറ്. എൻ്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ എന്നോട് സാറിന് ഒരു സിമ്പതി തോന്നിയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോഴാണ് സാറിനെ പറ്റി എന്നോട് പറഞ്ഞത്. അച്ഛൻ സാറിൻ്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയെന്നും അമ്മ വില്ലേജ് ഓഫീസറാണെന്നും ഒരു സഹോദരി ഉള്ളത് കൊല്ലത്തേക്ക് കല്യാണം കഴിച്ചു എന്നും പറഞ്ഞു. ഇപ്പോൾ വീട്ടിൽ സാറും മമ്മിയും മാത്രമേ ഉള്ളൂ. 1-2 മാസങ്ങൾ അങ്ങനെ പോയി. ദിവസവുമുള്ള അവസാന പീരീഡിലെ സംസാരം എനിക്ക് ഒഴിവാക്കാൻ പറ്റാതായി. എനിക്ക് സാറിനോട് വല്ലാത്ത അടുപ്പം തോന്നി തുടങ്ങി. ഒരു ദിവസം സാർ ലീവാണെന്ന് ഫോൺ വിളിച്ചു പറഞ്ഞു. അന്ന് വൈകുന്നേരമായതോടെ ഞാൻ വളരെ അപ്സെറ്റ് ആവാൻ തുടങ്ങി. എന്തോ മിസ്സായ പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. എൻ്റെ ടെൻഷൻ കണ്ട് രാജി എന്നോട് ചോദിച്ചു, എന്താ ടീച്ചറെ മുഖമാകെ വല്ലാതെ ഇരിക്കുന്നത്? വല്ല അസുഖവുമുണ്ടോ? ഒന്നുമില്ല ടീച്ചറെ. എൻ്റെ ഉത്തരത്തിൽ എന്തോ അപാകത കണ്ട് ടീച്ചർ എന്നെ കുത്തി ചോദിക്കാൻ തുടങ്ങി, എന്താ പ്രശ്നമെന്ന്. ടീച്ചർ കരുതിയത് എൻ്റെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടെന്നാണ്. അവസാനം ടീച്ചർ വീട്ടിലേക്ക് ഫോൺ വിളിക്കും എന്ന സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. ഇന്ന് ജോർജ് സാർ ലീവാണ്, എന്തോ സുഖമില്ല എന്ന് പറഞ്ഞു. അതിന് ടീച്ചർക്ക് എന്താ? എനിക്കെന്തോ മിസ്സ് ചെയ്യുന്ന പോലെ തോന്നുന്നു.
അപ്പോൾ രാജുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് മെല്ലെ ചോദിച്ചു, മനസ്സ് കൈവിട്ടു പോയോ? ഞാൻ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പോയോ എന്നൊരു സംശയമുണ്ട്. ജോർജ് സാറിനോ? അതെനിക്കറിയില്ല. അത് ഉറപ്പാക്കിയിട്ട് മനസ്സിൻ്റെ പിടുത്തം വിട്ടാൽ മതി. ഏതായാലും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് രണ്ടാൾക്കും കൂടി സാറിൻ്റെ വീട്ടിൽ പോയി അന്വേഷിക്കാം. എന്നെ ഒരുപാട് സഹായിച്ചതല്ലേ. ഒരാവശ്യം വന്നപ്പോൾ ഞാൻ കൈയൊഴിഞ്ഞു എന്ന് പറയരുതല്ലോ. സത്യം പറഞ്ഞാൽ എനിക്ക് അവളോട് വല്ലാത്തൊരു മതിപ്പ് തോന്നി, എൻ്റെ മനസ്സറിഞ്ഞ് പറഞ്ഞതുപോലെ. അങ്ങനെ ഞാനും ടീച്ചറും കൂടി ടീച്ചറിൻ്റെ ആക്റ്റീവയിൽ ജോർജിൻ്റെ വീട്ടിൽ പോയി സുഖവിവരം അന്വേഷിച്ചു. അതിനിടയ്ക്ക് രാജി ഒരു സഹായം കൂടി ചെയ്തു തന്നു. ജോർജിൻ്റെ മനസ്സറിയാൻ വേണ്ടി പറഞ്ഞതാ. ഇന്ന് സാർ ലീവ് എടുത്തതുകൊണ്ട് അനു ടീച്ചറൊക്കെ ടെൻഷനിലായിരുന്നു. അത് കേട്ട ജോർജിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. ഇവിടെ നിന്ന് വരുമ്പോൾ രാജ് ടീച്ചർ പറഞ്ഞു, എന്ന് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം നാളെ കിട്ടും. അനുകൂലമാണെങ്കിൽ എനിക്ക് ട്രീറ്റ് തരണം. ഇത് വേറെ ആരും അറിയാതെ നോക്കുകയും വേണം. ആർക്കും ഒരു സംശയം ഉണ്ടാവരുത് എന്നെപ്പോലെ. അതല്ല, അനുകൂലമല്ലെങ്കിൽ മനസ്സിൽ നിന്നും അപ്പം തന്നെ ആ ചിന്തകൾ വേരോടെ പിഴുതു മാറ്റിയേക്കണം. അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല എന്ന് കരുതണം. എന്നിട്ട് പഴയ പോലെ ജീവിക്കണം. അല്ലാതെ അതിൽ മനസ്സുമടുത്ത് വേണ്ടാത്ത ആലോചനയുമായി നടക്കരുത്. ഞാനിത് പറയുന്നത് എനിക്ക് നിന്നെ നല്ലവണ്ണം അറിയാവുന്നത് കൊണ്ടാണ്. രാജു പറഞ്ഞതിൽ അല്പം കാര്യമുണ്ടെന്ന് എനിക്കും തോന്നി. എനിക്കങ്ങനെ തോന്നി എന്ന് കരുതി ജോർജിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണമെന്നില്ലല്ലോ. ഞാൻ മനസ്സിനെ നല്ലവണ്ണം പാകം വരുത്തിയാണ് അന്ന് സ്കൂളിൽ വന്നത്. ജോർജ് സാർ സ്റ്റാഫ് റൂമിലുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അതോടെ എനിക്ക് വീണ്ടും ടെൻഷനായി. എൻ്റെ മുഖം കണ്ട രാജി എന്നോട് പറഞ്ഞു, ടെൻഷൻ അടിക്കേണ്ട, വൈകുന്നേരം വരെ സമയമുണ്ട്. എന്നത്തെയും പോലെ അന്നും അവസാന പീരീഡ് ഞാനും ജോർജും മാത്രമായി സ്റ്റാഫ് റൂമിൽ. അപ്പോൾ ജോർജിൻ്റെ അടുത്തേക്ക് വന്നു. അന്നേരം എൻ്റെ ഹാർട്ട് ഇടിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. ഞാൻ ഇന്നലെ വരാത്തതിനെ ടീച്ചർ എന്തിനാ ടെൻഷനായത്? സാറിനെ ഇന്നലെ കാണാതായപ്പോൾ എന്തോ മിസ് ചെയ്യുന്ന പോലെ തോന്നി. എന്ത്? അതെനിക്കറിയില്ല. അതെന്താണെന്ന് പറയാൻ എനിക്ക് പറ്റുന്നില്ല. ടീച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നത്? വിവാഹമാണോ? അല്ല, എന്നെക്കാളും ഇളയതാണ് സാറെന്നറിയാം. അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരിക്കലും ആവശ്യപ്പെടില്ല. എന്ന് മാത്രമല്ല, ഇനി സാർ അതിന് തയ്യാറായി വന്നാൽ പോലും ഞാനതിന് സമ്മതിക്കില്ല. സാറ് വേറെ വിവാഹം കഴിക്കുന്നത് വരെ എങ്കിലും എൻ്റേതായി നിൽക്കാൻ പറ്റുമോ? ടീച്ചർ എന്നിൽ നിന്നും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പാർട്ട്ണർ? എന്ത് വേണമെങ്കിലും കരുതാം. സാറിനെ കണ്ടപ്പോൾ, നമ്മൾ അടുത്തപ്പോൾ എന്തോ അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയി. അതിഷ്ടമല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കുകയും വേണ്ട. ഞാൻ പറയുന്നത് കൊണ്ട് ടീച്ചർ ഒന്നും കരുതരുത്. ടീച്ചർ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായതാ. നിങ്ങൾ എന്ത് കരുതുമെന്ന് കരുതി പറഞ്ഞില്ല എന്നേയുള്ളൂ. പക്ഷേ ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞാൽ എന്നേക്കാളേറെ അത് ബാധിക്കുന്നത് ടീച്ചറുടെ ജീവിതത്തിനെ ആയിരിക്കും. അതും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ മരിക്കും വരെ ഇത് വേറെ ആരോടും പറയില്ല. ജോർജിന് എന്നെ ഇഷ്ടമാണ് എന്നറിഞ്ഞ സന്തോഷത്തിൽ ഞാൻ ഒരു സത്യം ചെയ്തു. ഈ കാര്യങ്ങളൊന്നും പുറത്താരും അറിയില്ല എന്നതായിരുന്നു ആ സത്യം. മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾ സഹപ്രവർത്തകരായിട്ടാണെങ്കിലും ഞങ്ങൾ രണ്ടുപേര് മാത്രമുള്ളപ്പോൾ ജോർജിനെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കണ്ടു. ജോർജിനോട് ചോദിക്കാതെ ഞാനൊന്നും ചെയ്യില്ല എന്നവസ്ഥയായി. ഒരു ദിവസം വൈകുന്നേരം സാർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, ടീച്ചർ നാളെ ലീവാക്കുമോ? വീട്ടിൽ പറയണ്ട. എന്തിനാ? 2 മാസമായില്ലേ ഞാനും നീയും മനസ്സുകൊണ്ട് ഇങ്ങനെ ആയിട്ട്. നാളെ നമുക്കൊന്ന് കൂടിയാലോ?